സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഓസ്കാറിന് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ്, ഇതെല്ലാം റോളിംഗ് ആണ്. അല്ല, കണ്ട് കരഞ്ഞു അത്രയ്ക്ക് ലെവൽ സാധനം ഉണ്ട് ഇത്. നജീബൊക്കെ നമ്മള് ചങ്കത്തിന്റെ കരയാനുണ്ട് എല്ലാ പൃഥ്വിരാജിനും സമർപ്പിച്ചിരിക്കുന്നു. കണ്ണ് നിറഞ്ഞു പോയി ഇടയ്ക്കിടയ്ക്ക്. 2024 മാർച്ച് 28 ചരിത്രത്തിൽ ഈ ദിവസം ഒരു മലയാള സിനിമയുടെ പേര് അടയാളപ്പെടുത്താൻ പോകുന്നു. ബ്ലസ്സിയും പൃഥ്വിരാജും ചേർന്ന് സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ച വൺസ് ഇൻ എ ലൈഫ് ടൈം സിനിമ അനുഭവം ആടുജീവിതം. കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരായിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. നേരെ ആടുജീവിതം റിവ്യൂലേക്ക്. ഓസ്കാർ വേറെ ഒന്നുമല്ല, മലയാളികൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഓസ്കാറിന് വിടാൻ പറ്റും. വേറെ ഒന്നുമല്ല, ഫാമിലിയിലെ എല്ലാവരെയും കൂട്ടി വന്നിട്ടുണ്ടല്ലോ, ടിക്കറ്റ് എടുത്ത് ഈ പടം കാണണം. പടം കാണുമ്പോഴത്തേക്ക് ഈ പ്രൊമോഷന് പൈസ ഇല്ല എന്ന് പറയുന്നില്ലേ, ഈ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ മലയാളികളല്ലാതെ ഇതാണത്തെ ഒരു ഇന്റർനാഷണൽ വേറെ ഒരു ക്ലാസിക് മൂവി തന്നെയാണ്. ഇപ്പൊ തമിഴിലും തെലുങ്കിലും കിട്ടിയ പോലെ ഒരു പാൻ ഇന്ത്യൻ ഇന്റർനാഷണൽ പോവോ പടം? കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ മൂവി ലവറാണ്, നല്ല സിനിമകളെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പാൻ ഇന്ത്യ ലെവൽ പടമെന്നല്ല, ഇന്റർനാഷണൽ ലെവൽ പടമാണ്. അതായത് ഞാൻ നേരത്തെ അവിടെ റിവ്യൂവിൽ പറഞ്ഞതാണ്, നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ടോം ഹാങ്ക്സ് ആണ് നമ്മുടെ പൃഥ്വിരാജായി മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ആ മേക്ക് ഓവർ ഉണ്ടല്ലോ, ലാസ്റ്റ് 31 കിലോ കുറച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ബോഡി കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പടം ഇനി അവർ കാണത്തില്ല, ഒറ്റ പ്രാവശ്യം അമ്മയ്ക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഓസ്കാറിന് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ്, ഇതെല്ലാം റോളിംഗ് ആണ്. സൂപ്പറായിട്ടുണ്ട്. പൃഥ്വിരാജ് നജീബായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് കാണിച്ചൊരു പടം. നല്ല വെൽ മേക്ഡാണ്. ഫുള്ള് എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ ലെവൽ പടം തന്നെയാണ്. കൊടുത്ത പ്രതീക്ഷയ്ക്ക് മുകളിലാണ്. തീർച്ചയായിട്ടും ഭയങ്കര അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കണ്ണ് നിറഞ്ഞു. തീർച്ചയായിട്ടും. ആദ്യം വന്ന് നമ്മൾ കയറിയപ്പോൾ പറഞ്ഞ പൃഥ്വിരാജ് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അഭിനയം ഒരു രക്ഷയില്ല. നജീബൊക്കെ നമ്മള് ചങ്കത്തിന്റെ കരയാനുണ്ട്. സ്റ്റാഫിൽ ഞാൻ കരഞ്ഞു. രണ്ടാമത്തെ ഹാഫിന്റെ മുന്നേ പൃഥ്വിരാജ് അഭിനയം ഉണ്ടല്ലോ, ഈ ഓസ്കാർ വെറുതെ പറയുന്നതാണോ അതോ? അല്ല, കണ്ട് കരഞ്ഞു അത്രയ്ക്ക് ലെവൽ സാധനം ഉണ്ട് ഇത്. പിന്നെ ഒരു നാഷണൽ അവാർഡെങ്കിലും കൊടുത്തില്ലേ പിന്നെ ഈ അവാർഡെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ക്ലിയർ ആയിട്ട് എൻ്റെ പൊന്നെ അത് കാണണം. നിങ്ങൾ പറയണക്കോ നമ്മൾ ഈ ഷർട്ടിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണണം. സൂപ്പറാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയം കിടിലം, ക്യാമറ, ഡയറക്ഷൻ എല്ലാം സൂപ്പർ. ഒരു ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗുണ്ട്, എന്നാലും ഹെൽത്തി ആയിട്ടുള്ള നജീബ് ഇതുവരെ കാണുന്ന സിനിമയാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ പടം സൂപ്പറാണ്. പൃഥ്വിരാജ് സൂപ്പറായിരുന്നു. നമ്മൾ വായിച്ച ആടുജീവിതം അതിനപ്പുറത്തായിരുന്നു. സൂപ്പർ സിനിമ. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. അതെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് നല്ലതായിട്ട് എന്റർടൈൻ ചെയ്തു. പിള്ളേരെല്ലാം പൃഥ്വിരാജ് പൊളിച്ചടക്കി. ഓസ്കാറൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ഇതല്ലേ, നാഷണൽ അവാർഡ് കിട്ടും. പടമല്ല, പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് എന്തായാലും ഇതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ തന്നെ കിട്ടുമെന്നാണ് എൻ്റെ പേടി. പൃഥ്വിരാജ് പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ കാണാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അത് ഈ പടത്തിൽ നല്ല. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവൽ, ഒരു ഇന്റർനാഷണൽ ലെവലൊക്കെ പോകുമോ പടം? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആടുജീവിതം നോവൽ വായിച്ചതാണ്. അപ്പൊ വായിച്ചിട്ട് കണ്ടപ്പോ എങ്ങനെ തോന്നി? അതുപോലെ തന്നെ സൂപ്പർ. അതേ അഭിനയം തന്നെ, നജീബാണെന്നേ തോന്നത്തുള്ളൂ. അതേ ഫീൽ തന്നെ സിനിമയിൽ കിട്ടി. അതേ ഫീൽ തന്നെ. എങ്ങനെയാണ്? ഹൃദയ ഹാർട്ട് ടച്ചിങ് ആണ്. ഒരുപാട് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് കരയും ഉറപ്പായിട്ടും. കണ്ണ് നിറഞ്ഞു പോയി ഇടയ്ക്കിടയ്ക്ക്. നല്ല പടം ബ്രോ, പ്രതീക്ഷ പോലെ ഉണ്ട്, നല്ലോണം എടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് നജീബ് എന്ന ക്യാരക്ടറായിട്ട് ജീവിച്ചിട്ട് ഇമോഷണലി നല്ലോണം കണക്റ്റായി. വായിച്ചതിനും അപ്പുറമാണ്. ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ പടം അതിഗംഭീരം പറഞ്ഞാൽ അതിഗംഭീരം. വിഷ്വലായാലും അഭിനയമായാലും ആക്ടിങ് എല്ലാം അടിപൊളി. പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ നമ്മൾ 100 മാർക്ക്. അത് കണക്ക് തന്നെ ബ്ലസ്സി 16 വർഷം എടുത്ത് അധ്വാനിച്ചതിൻ്റെ റിസൾട്ട് ഈ പടത്തിലുണ്ട്. അപ്പം എല്ലാം BGM ആയാലും എല്ലാം കൊണ്ടും ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സലൻറ്റ് ഫിലിം. പറഞ്ഞ പോലെ തന്നെ ദ ഗോഡ് പടം ഓഫ് മലയാളത്തിൻ്റെ ഇതുവരെ കാണാത്ത സിനിമ എന്നാണ് ആളുകൾ റെസ്പോൺസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോ കാണാൻ പറ്റും.